വലിയ ഭരണ പ്രതിസന്ധിയും രാഷ്ട്രീയ അസ്ഥിരതയുമൊക്കെ നിലനിൽക്കുകയാണ് സിറിയയിൽ. അവിടെ നിന്ന് ഇന്ത്യക്കാർക്ക് ആശ്വാസമാകുന്ന ചില വാർത്തകൾ. സിറിയയിലെ ഇന്ത്യക്കാർ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. 75 ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചുവെന്ന് വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. എല്ലാവരും ലെബനൻ അതിർത്തി കടന്നു കഴിഞ്ഞു. ഇവരെ വിമാനങ്ങൾ ലഭ്യമാകുന്നതോടെ ഇന്ത്യയിലെത്തിക്കും. സിറിയയിലുള്ള ഇന്ത്യക്കാർ ജാഗ്രത തുടരണമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരും. സജു, എന്തായാലും 75 ഇന്ത്യക്കാരെ അവിടെ നിന്ന് സുരക്ഷിത മേഖലകളിലേക്ക് ലെബനൻ അതിർത്തിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ്. ഇനിവരെ നാട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ വിമാനമടക്കം ലഭ്യമാകേണ്ടതുണ്ട്. ഇനിയും കൂടുതൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടോ സജു? ജിൽസി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ അസ്ഥിരത, രാഷ്ട്രീയ അസ്ഥിരത നിലനിന്ന സിറിയയിൽ വിമതർ ഈ പ്രദേശത്തേക്ക് കടന്നു കയറുകയും അവർ പിടിച്ചെടുക്കുകയും ചെയ്തതിനു ശേഷം വലിയ ഒരു പ്രശ്നം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 75 ഇന്ത്യക്കാരെ മോചിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും അവരെ ഇപ്പോൾ ലെബനൻ അതിർത്തി കടത്തിയിരിക്കുമെന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അവരെ ബസ് മുഖേനയാണ് ഇപ്പോൾ ലെബനൻ അതിർത്തിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ വിമാനങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും അവരെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇതിൽ 44 പേർ ജമ്മു കാശ്മീർ എന്നുള്ള തീർത്ഥാടകരാണ്. ഇവർ ഒരു ഷിയ പള്ളിയിലേക്ക് പോയവരാണ്. ഇവരെയാണ് ഇപ്പോൾ ഈ ലെബനനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവർ ഉൾപ്പെടെയുള്ള 75 പേരാണ് ഈ സംഘത്തിലുള്ളത്. ഏകദേശം 100-ലധികം പേരാണ് സിറിയയിൽ ഇതുവരെയുള്ള ഇന്ത്യക്കാരെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ ജനങ്ങൾ ഉണ്ടാകാമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ബാക്കിയുള്ള ജനങ്ങൾക്ക് എന്തായാലും സുരക്ഷാ താവളങ്ങളിലേക്ക് മാറുന്ന കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ മുൻപ് തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അവർ നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെ തുടരണമെന്നും വലിയ പ്രതിസന്ധികൾ ഉണ്ടായാൽ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ 44 അതായത് ജമ്മു കാശ്മീരിൽ നിന്നുള്ള തീർത്ഥാടകർ ഉൾപ്പെടുന്ന 44 പേരടങ്ങുന്ന 75 അംഗ സൈന്യത്തെ ലെബനൻ അതിർത്തി കടത്തിയിരിക്കുന്നത്. എന്തായാലും ദമസ്കസിലേക്ക് ഇവർ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നുമായിരിക്കും വിമാനം മുഖേന ഇവരെ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 75 പേരിൽ 44 പേര് ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരാണ്. ഇനിയിപ്പോൾ വാണിജ്യ വിമാനങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്കാണ് ഇവരെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ബാക്കി ഈ വിവിധ മേഖലകളിൽ കഴിയുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ പ്രശ്ന സങ്കീർണമായി സിറിയ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ത്യക്കാരുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയും ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ പ്രസിഡന്റ് ബഷർ അൽ അസാദ് രാജ്യത്ത് നിന്ന് കടന്നതായിട്ടുള്ള വാർത്തകളൊക്കെയും പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് വിമത സൈന്യം അല്ലെങ്കിൽ വിമത സേന സിറിയ പിടിച്ചെടുക്കുന്ന നമുക്കൊക്കെയാണ് ആ ഒരു വാർത്തകളൊക്കെയും പുറത്തു വന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ 75 അംഗ ഇന്ത്യൻ സംഘത്തെ ഇപ്പോൾ ലെബനൻ അതിർത്തി കടത്തി അവർ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജിൽസി.